ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LP സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 709/2023 അതുപോലെ തന്നെ 516/2019. ആദ്യത്തെ ലിസ്റ്റ് 516/2019 ആണ്. ഇതിനകത്ത് എല്ലാ ജില്ലയിലെയും അഡ്വൈസ് ഫുൾ തീർന്നു, ലിസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയി. പുതിയ ലിസ്റ്റായ 709/2023 അതിനകത്തോട്ട് പല ജില്ലകൾ 3-4 ജില്ലകളിലോട്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും കൂടി ഡീറ്റെയിൽസ് ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ തിരുവനന്തപുരത്തോട്ട് പോകാം. തിരുവനന്തപുരത്ത് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് അഡ്വൈസ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ അഡ്വൈസ് 537 ആണ്. ടോട്ടൽ അഡ്വൈസ് ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 9/6/2025 ആണ്. OC 396, EBT 405, SC സപ്ലിമെന്റ് ലിസ്റ്റ് 57, ST എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. മുസ്ലിം സപ്ലിമെന്റ് ലിസ്റ്റ് 57, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 392, OBC 410, വിശ്വകർമ്മ 420, SIUC നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 1, ഹിന്ദു നാടാർ 399, SCCC 423, ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് 8, LV എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. LDCP എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. അപ്പൊ ഈ ലിസ്റ്റ് ഞാൻ പറഞ്ഞു, ഈ ലിസ്റ്റ് ക്യാൻസൽ ആയി പുതിയ ലിസ്റ്റിലോട്ടാണ് ഇനി വേക്കൻസി വരുന്നത്. ഇനി നമുക്ക് പുതിയ ലിസ്റ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ഒരു 4 TPO ആണ് പെൻഡിംഗ് ഉള്ളത്. അതിൽ MR നമ്പർ 60 ഹിന്ദു നാടാർ TPO ആണ്, 62 EBT TPO ആണ്, 64 SCC TPO ആണ്, 66 മുസ്ലിം TPO ആണ്. അപ്പൊ ഇങ്ങനെയാണ് TPO 4 TPO പെൻഡിംഗ് ഉണ്ട്. അത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് അഡ്വൈസിലെ ലാസ്റ്റ് MR നമ്പർ എന്ന് പറയുന്നത് 67 OCയിലാണ്. ഓക്കെ, അടുത്ത വരേണ്ടത് 68 ആണ്. 68 വരാനുള്ള സാധ്യതയില്ല, കാരണം അത് DC പൊസിഷൻ ആണ്. അങ്ങനെ 69 ആണ് വരേണ്ടത്. 69 EWS ആണ്. EWSും ഫസ്റ്റ് അഡ്വൈസ് സെറ്റ് ഓഫ് ആക്കി വെക്കും. അതുകൊണ്ട് അടുത്ത അഡ്വൈസ് പോകുന്നത് 71 OCയിലായിരിക്കും അഡ്വൈസ് തുടങ്ങുന്നത്. ഓക്കെ, 71 OC. പിന്നെ അതുപോലെ തന്നെ ഒരു 25 വേക്കൻസി പുതിയ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് DA പെൻഡിംഗ് ടേൺസ് ഉണ്ട്. അതുകൂടെ പോയതിനു ശേഷം ബാക്കി വേക്കൻസി ആയിരിക്കും നമുക്ക് ഫ്രഷ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയുടെ സ്ഥിതി. ഓക്കെ, ഇനി നമുക്ക് നേരെ കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ്, അതായത് 516/2019 എന്ന് പറഞ്ഞ ആ ലിസ്റ്റിലെ ടോട്ടൽ അഡ്വൈസ് 388 ആണ്. ഓക്കെ, അത് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചിരിക്കുന്ന ഡേറ്റ് 10/6/2025 ആണ്. OC 315, EBT 382, SC സപ്ലിമെന്റ് ലിസ്റ്റ് 29, ST എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. മുസ്ലിമും 340, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 319, OBC 389, വിശ്വകർമ്മ 335, SIUC 304, ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 3, SCCC സപ്ലിമെന്റ് ലിസ്റ്റ് 1, ധീവര 346, LV 9. അപ്പൊ ഇങ്ങനെയാണ് കൊല്ലത്തെ അഡ്വൈസിന്റെ സ്ഥിതി നിൽക്കുന്നത്. ഇനി കൊല്ലത്ത് അഡ്വൈസ് പുതിയ ലിസ്റ്റിലോട്ട് പോയിട്ടില്ല. അപ്പൊ കൊല്ലത്ത് 8 TPO പെൻഡിംഗ് ഉണ്ട്, 34 EBT പെൻഡിംഗ് TPO ആണ്, 36 മുസ്ലിം പെൻഡിംഗ് ആണ്, 38 SIUC പെൻഡിംഗ് ആണ്, 40 OBC പെൻഡിംഗ് ആണ്, 42 EBT പെൻഡിംഗ് ആണ്, 44 ST പെൻഡിംഗ് ആണ്, 46 മുസ്ലിം പെൻഡിംഗ് ആണ്, 48 SCCC പെൻഡിംഗ് ആണ്. ഇങ്ങനെ TPO പെൻഡിംഗ് ഉണ്ട്. അത് ലാസ്റ്റ് അഡ്വൈസ് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് അഡ്വൈസ് എൻഡ് ചെയ്തിരിക്കുന്നത് 49 OCയിലാണ്. അന്ന് EWS ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് 49 OCയിൽ പോയിരിക്കുന്നത്. അടുത്ത ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 49 50 BC ആണ്, അതുകൊണ്ട് 50 സ്റ്റാർട്ട് ചെയ്തില്ല. 51 OCയിലായിരിക്കും അടുത്ത ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ 20 വേക്കൻസി അതിനകത്ത് റിപ്പോർട്ട് ആയിട്ടുണ്ട്. അവിടെയും DAയിൽ പെൻഡിംഗ് ടേൺസ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് കൊല്ലത്തിന്റെ സ്ഥിതി നിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ പത്തനംതിട്ട ജില്ലയിൽ പുതിയ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പം പുതിയ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയത് കൊണ്ട് നമുക്ക് പഴയ ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ പുതിയ ലിസ്റ്റിലെ കാര്യങ്ങൾ നമുക്കിനി പറയാം. പുതിയ ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റിൽ അഡ്വൈസ് നിൽക്കുന്ന 2 TPO പെൻഡിംഗ് ഉണ്ട്. MR നമ്പർ 42 EBT പെൻഡിംഗ് ഉണ്ട്, 44 ST പെൻഡിംഗ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് എൻഡ് ചെയ്തിരിക്കുന്നത് 45 OCയിലാണ്. അടുത്ത MR നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 47 OCയിലാണ്. 46 പോകത്തില്ല, 46 BC ആണ്. 47 OCയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 47 കഴിഞ്ഞിട്ട് പിന്നെ 46 BCക്ക് പോകും. ഓക്കെ, പുതിയ ലിസ്റ്റിനകത്ത് നിന്ന് DAക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. ഓക്കെ, അടുത്ത ആലപ്പുഴ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് പഴയ ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ 239 ആണ്. അതിൽ OC 208, EBT 223, SC സപ്ലിമെന്റ് ലിസ്റ്റ് 8, ST എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. മുസ്ലിം 217, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 200, OBC സപ്ലിമെന്റ് ലിസ്റ്റ് 2, വിശ്വകർമ്മ 216, SIUC 232, SCCC ലിസ്റ്റ് 1, ധീവര OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 1, DAയിൽ LV എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. LDCP എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 12/6/2025 ആണ്. ഓക്കെ, അപ്പൊ ആലപ്പുഴ ജില്ലയിൽ പുതിയ വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 വേക്കൻസിയാണ് പുതിയതായിട്ട് റിപ്പോർട്ട് ആയിരിക്കുന്നത്. പഴയ റാങ്ക് ലിസ്റ്റ് എൻഡ് ചെയ്ത MR നമ്പർ എന്ന് പറയുന്നത് 47 OCയിലാണ്. അടുത്ത അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 48 തുടങ്ങത്തില്ല, 49 EWS തുടങ്ങത്തില്ല, 50 BC തുടങ്ങത്തില്ല, 51 OCയിലായിരിക്കും അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ TPO പെൻഡിംഗ് ഉണ്ട്, 44 ST പിന്നെ പോകും, പിന്നെ 46 മുസ്ലിം, പിന്നെ 48 SCCC.
SSC. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇനി പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആലപ്പുഴയിലെ സ്ഥിതി. അടുത്ത കോട്ടയത്ത് ടോട്ടൽ അഡ്വൈസ് 205 ആണ്. ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 5/6/2025 ആണ്. അതിൽ OC 158, EBT 216, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 4, ST സപ്ലിമെന്റ് ലിസ്റ്റ് 3, മുസ്ലിം 189, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ 251, OBC സപ്ലിമെന്റ് ലിസ്റ്റ് 2, വിശ്വകർമ്മ 164, SIUC നാടാർ 201, ഹിന്ദു നാടാർ എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. SSCCC 135, ധീവര 185, DL LV എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. LDCP എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി കോട്ടയത്തെ റാങ്ക് ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ TPO ഒന്നും തന്നെ പെൻഡിംഗ് ഇല്ല. പഴയ റാങ്ക് ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 7 OC ആണ്. അത് ഞാൻ പറഞ്ഞു 8 BC ആണ് പോകത്തില്ല, 9 EWS ആണ് പോകത്തില്ല, അടുത്ത 10 BC ആണ്, 11 OC യിലായിരിക്കും അടുത്ത MR നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആയിരിക്കും TPO ഇല്ലാത്തത് കൊണ്ട് അടുത്ത 8 BC ആയിരിക്കും പിന്നെ അഡ്വൈസ് പോകുന്നത്. ആദ്യമേ 11 OC പിന്നെ 8 BC. ടോട്ടൽ ഇനിയിപ്പം 18 വേക്കൻസി ഉണ്ട്. ഈ വേക്കൻസിയുടെ കാര്യമില്ല ഞാൻ പറഞ്ഞു, പുതിയ ലിസ്റ്റിലോട്ട് ആടായിരിക്കുന്ന വേക്കൻസിയുടെ കാര്യം. അതിനകത്ത് DA 10 പെൻഡിംഗ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും MR നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇടുക്കിയിലെ കാര്യം നോക്കുമ്പോൾ ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് 130 ആണ്. ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 3/6/2025 ആണ്. അതിൽ OC 109, EBT 19, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 1, ST സപ്ലിമെന്റ് ലിസ്റ്റ് 2, മുസ്ലിം 114, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 132, OBC 162, വിശ്വകർമ്മ 106, SIUC നാടാർ 110, ഹിന്ദു നാടാർ 63, SSCCC 88, ധീവര 126, DL LV 2, LDCP 1. ഇങ്ങനെയാണ് ഇടുക്കിയിലെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. അത് ലാസ്റ്റിൽ അഡ്വൈസ് റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് അയച്ച് നിർത്തിയിരിക്കുന്നത് 45 OC യിലാണ്. ഇത് റാങ്ക് ലിസ്റ്റിന്റെ അഡ്വൈസ് പോകുന്നത് 47 OC യിലായിരിക്കും. നിലവിൽ 3 വേക്കൻസി നിലവിലുണ്ട്. അതിനകത്ത് 2 TPO പെൻഡിംഗ് ഉണ്ട്. 42 EBT TPO ആണ്, 44 ST TPO ആണ്. ഓക്കെ, അടുത്ത എറണാകുളത്തോട്ട് നമ്മൾ പോകുമ്പോൾ എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് 301 ആണ്. അതിൽ OC 256, EBT 257, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 16, ST സപ്ലിമെന്റ് ലിസ്റ്റ് 5, മുസ്ലിം 322, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 255, OBC 252, വിശ്വകർമ്മ 287, SIUC നാടാർ 269, ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 1, SSCCC 231, ധീവര 289, DA LVയിലും LDCPയിലും അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എറണാകുളത്ത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് അയച്ച് നിർത്തിയിരിക്കുന്നത് 51 OC യിലാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 53 OC യിലായിരിക്കും. ഇതുവരെ എറണാകുളത്ത് പുതിയ ലിസ്റ്റിലോട്ട് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടില്ല. എറണാകുളത്തും കുറച്ച് TPO ഉണ്ട്. 38 SIUC TPO ആണ്, 40 OBC TPO ആണ്, 42 EBT TPO ആണ്, 44 ST TPO ആണ്, 46 മുസ്ലിം TPO ആണ്, 48 SSCCC TPO ആണ്, 50 ധീവര TPO ആണ്. ഓക്കെ, അങ്ങനെയാണ് എറണാകുളത്തെ കാര്യം. അടുത്ത തൃശ്ശൂർ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് DAയ്ക്കും ഫ്രഷ് ആയിട്ടും അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, TPO പെൻഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ TPO 82 TPO ആണ്, 76 TPO ആണ്, 78 TPO ആണ്, 80 TPO ആണ്, 82 TPO ആണ്. EBT മുസ്ലിം EBT ഇങ്ങനെയാണ് സ്റ്റാറ്റസ് നിൽക്കുന്നത്. അതിനകത്ത് എൻഡ് ചെയ്തിരിക്കുന്നത് 79 EWSലാണ്. കാരണം പുതിയ ലിസ്റ്റിലോട്ട് ആക്റ്റീവായി തുടങ്ങി, അതുകൊണ്ടാണ് EWS അവിടെ എൻഡ് ചെയ്തേക്കുന്നത്. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ 81 OC യിലായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. വേക്കൻസി ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ആയിട്ടില്ല. ഓക്കെ, അടുത്ത പാലക്കാട് ടോട്ടൽ അഡ്വൈസ് 274 ആണ്. അതിൽ ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചിരിക്കുന്ന ഡേറ്റ് 4/6/2025 ആണ്. OC 234, EBT 250, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 8, ST എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. മുസ്ലിം 241, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 277, OBC 237, വിശ്വകർമ്മ 276, SIUC നാടാർ 290, SSCCC സപ്ലിമെന്റ് ലിസ്റ്റ് 2, ധീവര 407, DAയിൽ LV എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പാലക്കാടത്തെ സ്ഥിതി. 4 TPO പെൻഡിംഗ് ഉണ്ട്. MR നമ്പർ 48 SSCCC TPO ആണ്, 50 ധീവര TPO ആണ്, 52 SSC TPO ആണ്, 54 EBT TPO ആണ്. അത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് അഡ്വൈസ് എൻഡ് ചെയ്തിരിക്കുന്നത് 55 OC യിലാണ്. അടുത്തത് റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 57 OC യിലായിരിക്കും. 5 വേക്കൻസികൾ നിലവിലുണ്ട്. ഈ 5 വേക്കൻസിയിൽ DA പെൻഡിംഗ് ഉണ്ടെങ്കിൽ അത് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, മലപ്പുറത്ത് കാര്യം പറയുകയാണെങ്കിൽ മലപ്പുറത്ത് പഴയ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് പോയതിനു ശേഷമാണ് ആ ലിസ്റ്റ് ക്യാൻസൽ ആയത്. ഈ 14 ജില്ലയിലും ഒരു ജില്ലയെ മാത്രം മലപ്പുറത്ത് മാത്രമാണ് മെയിൻ ലിസ്റ്റ് പുള്ളിലെടുത്ത് റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയത്. ഏകദേശം 52ഓളം അഡ്വൈസ് ആണ് പുതിയ ലിസ്റ്റിലേക്ക് പോയിരിക്കുന്നത്, പുതിയ ലിസ്റ്റിൽ നിന്നും പോയിരിക്കുന്നത്. 5 TPO ഉണ്ട്, 40 OBC TPO ആണ്, 42 EBT TPO ആണ്, 44 ST TPO ആണ്, 46 മുസ്ലിം TPO ആണ്, 48 SSCCC TPO ആണ്. ഞാൻ പറഞ്ഞു പുതിയ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയി, അതുകൊണ്ട് അത് എൻഡ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് അഡ്വൈസ് എൻഡ് ചെയ്തിരിക്കുന്നത് 49 EWS ആണ്. അടുത്ത അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 51 OC യിലായിരിക്കും. വേക്കൻസി ഒന്നും തന്നെ വേക്കൻസി റിപ്പോർട്ടായത് അയച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 495 ആണ്. അഡ്വൈസ് അയച്ചിരിക്കുന്ന ഡേറ്റ് 4/7/2025 ആണ്. OC 386,
EBT 390, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 37, ST സപ്ലിമെന്റ് ലിസ്റ്റ് 7, മുസ്ലിം 392, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് 16, OBC സപ്ലിമെന്റ് ലിസ്റ്റ് 1, വിശ്വകർമ്മ സപ്ലിമെന്റ് ലിസ്റ്റ് 7, SIUC സപ്ലിമെന്റ് ലിസ്റ്റ് 3, SCCC സപ്ലിമെന്റ് ലിസ്റ്റ് 5, ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് 3, ഹിന്ദു നാടാർ എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്, DL LV 3, LDCP 5. ഇങ്ങനെയാണ് കോഴിക്കോടത്തെ അഡ്വൈസ് നിൽക്കുന്നത്. കോഴിക്കോട് 5 TPO പെൻഡിംഗ് ഉണ്ട്, 62 EBT പെൻഡിംഗ് ആണ്, 64 SSC പെൻഡിംഗ് ആണ്, 66 മുസ്ലിം പെൻഡിംഗ് ആണ്, 68 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ പെൻഡിംഗ് ആണ്, 70 വിശ്വകർമ്മ പെൻഡിംഗ് ആണ്. ഇങ്ങനെ 5 TPO പെൻഡിംഗ് ആണ് കോഴിക്കോടുള്ളത്. കോഴിക്കോട് ലാസ്റ്റ് അഡ്വൈസ് ടോപ്പ് ചെയ്തിരിക്കുന്നത് 67 OC-യിലാണ്. അടുത്തത് 69 തുടങ്ങത്തില്ല, 69 EWS ആയതുകൊണ്ട് അടുത്ത 71 OC-യിലായിരിക്കും അടുത്ത MR നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ 2 വേക്കൻസി പെൻഡിംഗ് ഉണ്ട്. അത് DA ഉണ്ടെന്നുണ്ടെങ്കിൽ DAക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അടുത്ത ജില്ല എന്ന് പറയുന്നത് വയനാട് ടോട്ടൽ അഡ്വൈസ് 125 ആണ്. അത് OC 94, EBT 109, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 5, മുസ്ലിം 100, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 204, OBC 102, വിശ്വകർമ്മ 258, SIUC സപ്ലിമെന്റ് ലിസ്റ്റ് 1, SCCC 98, ധീവര 126, ഹിന്ദു നാടാർ 279. അപ്പൊ ഇങ്ങനെയാണ് വയനാടത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ്. വയനാട് 7 TPO പെൻഡിംഗ് ഉണ്ട്, 2 EBT പെൻഡിംഗ് ആണ്, 4 SSC പെൻഡിംഗ് ആണ്, 6 മുസ്ലിം പെൻഡിംഗ് ആണ്, 8 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ പെൻഡിംഗ് ആണ്, 10 OBC പെൻഡിംഗ് ആണ്, 12 SSC പെൻഡിംഗ് ആണ്, 14 EBT പെൻഡിംഗ് ആണ്. ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ ലാസ്റ്റ് അഡ്വൈസ് നിൽക്കുന്നത് 15 OC-യിലാണ്. അടുത്ത 17 OC-യിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വേക്കൻസി പെൻഡിംഗ് ഉണ്ട്. ഓക്കെ, അടുത്ത കണ്ണൂരത്തെ ടോട്ടൽ അഡ്വൈസ് 164 ആണ്. അതിലും OC 97, EBT 96, SSC സപ്ലിമെന്റ് 15, ST എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് 6, മുസ്ലിം 277, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 345, OBC 94, വിശ്വകർമ്മ 81, SIUC നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 1, സപ്ലിമെന്റ് ലിസ്റ്റ് 2, ഹിന്ദു നാടാർ എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്, DL LV 1, LDCP 3. ഇങ്ങനെയാണ് കണ്ണൂരത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ്. കണ്ണൂര് 10 TPO പെൻഡിംഗ് ആണുള്ളത്, 68 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ, 70 വിശ്വകർമ്മ, 72 SSC, 74 EBT, 76 മുസ്ലിം, 78 EBT, 80 മുസ്ലിം, 82 EBT, 84 SSC, 86 മുസ്ലിം. ഇങ്ങനെ 10 TPO പെൻഡിംഗ് ആണ് കണ്ണൂരുള്ളത്. ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് അഡ്വൈസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 87 OC-യിലാണ്. അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് 91 OC-യിലായിരിക്കും. അവിടെ 8 വേക്കൻസി പുതിയ ലിസ്റ്റിലോട്ട് ആഡ് ആയിട്ടുമുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാസർഗോഡ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവിടെ സ്റ്റോപ്പായി. പുതിയ റാങ്ക് ലിസ്റ്റിന് അഡ്വൈസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റിലോട്ട് നോക്കുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റിൽ 12 വേക്കൻസിക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നിലവിൽ ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിനകത്ത് ഇപ്പം TPO പെൻഡിംഗ് 4 ഉണ്ട്, 84 SSC, 86 മുസ്ലിം, 88 EBT, 90 OBC. ഇങ്ങനെയാണ് TPO പെൻഡിംഗ് ഉള്ളത്. പുതിയ റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് നിൽക്കുന്നത് 91 OC-യിലാണ്. അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് 93 OC-യിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ എല്ലാ ജില്ലയിലെയും അഡ്വൈസ്, പുതിയ ലിസ്റ്റിന്റെയും പഴയ ലിസ്റ്റിന്റെയും ഒരു ഏകദേശം ഒരു ഐഡിയ. അപ്പോൾ ഈ വേക്കൻസി റിപ്പോർട്ട് 6 ജില്ലയിൽ അഡ്വൈസ് അയച്ചു തുടങ്ങുന്നുണ്ട്. പത്തനംതിട്ട അഡ്വൈസ് അയച്ചു തുടങ്ങി, തൃശ്ശൂർ അഡ്വൈസ് അയച്ചു തുടങ്ങി, മലപ്പുറം അഡ്വൈസ് അയച്ചു തുടങ്ങി, കാസർഗോഡ് അഡ്വൈസ് അയച്ചു തുടങ്ങി. ഓക്കെ, അപ്പൊ ഈ 4 ജില്ലയിലും അഡ്വൈസ് പുതിയ ലിസ്റ്റിലോട്ട് അഡ്വൈസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലയിൽ അഡ്വൈസ് അയച്ചു തുടങ്ങിയിട്ടില്ല. ആ ജില്ലയിൽ ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൽ DA പെൻഡിംഗ് ഉണ്ടെങ്കിൽ ആ DA പെൻഡിംഗ് അയച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് അയക്കാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള വേക്കൻസി വെച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ആരും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡെമോ ഒക്കെ ഈ വേക്കൻസി വെച്ച് നിങ്ങൾക്ക് ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഞാൻ പേഴ്സണലായിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.